മറ്റൊരു വാർത്ത നോക്കിയാൽ ആലപ്പുഴയിൽ രഹസ്യമായി മറവ് ചെയ്ത നവജാത ശിശുവിന്റെ മരണകാരണം പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായില്ല. മൃതദേഹം ജീർണിച്ച നിലയിലായിരുന്നതാണ് കാരണം. രഹസ്യമായി മറവ് ചെയ്യുന്നതിന് മുൻപ് കുഞ്ഞിനെ സൂക്ഷിച്ചത് ടെറസിന്റെ സൺഷെയ്ഡിലാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കുഞ്ഞ്. പ്രസവശേഷമാണ് ഗർഭിണിയായിരുന്നുവെന്ന് യുവതി ആൺസുഹൃത്തിനെ അറിയിക്കുന്നതെന്നും പോലീസ് പറയുന്നു. വിവരം അറിയിക്കുമ്പോൾ അറസ്റ്റിലായ കൂട്ടുകാരന്റെ വീട്ടിലായിരുന്നു ആൺസുഹൃത്ത് തകഴി സ്വദേശി തോമസ് ജോസഫ്. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. നവജാത ശിശുവിന്റെ മൃതദേഹം തകഴിയിൽ രഹസ്യമായി മറവ് ചെയ്ത സംഭവത്തിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് പോലീസിന്. മരണം എങ്ങനെ സംഭവിച്ചുവെന്ന് ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാനാകൂ എന്ന് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ വ്യക്തമാക്കിയിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ കുഞ്ഞിന്റെ മരണകാരണം കണ്ടെത്താനായിട്ടില്ല. മൃതദേഹത്തിന്റെ ജീർണാവസ്ഥയായിരുന്നു തടസ്സം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം യുവതിയുടെ വീട് നിൽക്കുന്ന പ്രദേശത്തെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങി. കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാതെ ഇരു വീട്ടുകാരും ചേർന്ന വിവാഹം അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമായിരുന്നെന്ന് വാർഡ് മെമ്പർ ബോബി ചാക്കോ പറഞ്ഞു. ഇവിടുന്ന് മൃതദേഹം കുട്ടിയുടെ ബന്ധു ഏറ്റെടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ ശ്മശാനത്തിൽ സംസ്കരിക്കും. അതിന്റെ NOC കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് കൊണ്ടുപോയി പറയാനായിട്ടില്ല. റിപ്പോർട്ടുകൾ കിട്ടാനുണ്ട്. ഒന്നും പറയാനായിട്ടില്ല. ഓക്കെ. സംഭവത്തിൽ യുവതിയെയും ആൺസുഹൃത്ത് തകഴി സ്വദേശി തോമസ് ജോസഫ്, മൃതദേഹം മറവ് ചെയ്യാൻ ഇയാളെ സഹായിച്ച തകഴി കുന്നുമ്മ സ്വദേശി അശോക് ജോസഫ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രസവ ദിവസം പുലർച്ചെയാണ് ഗർഭാവസ്ഥ സംബന്ധിച്ച് തോമസിന് വിവരം ലഭിച്ചതെന്നാണ് മൊഴി. ഈ സമയം തകഴിയിലെ അശോകിന്റെ വീട്ടിലായിരുന്നു ഇയാൾ. പ്രസവ വിവരം അറിഞ്ഞ് ബോധരഹിതനായി തോമസ് വീണെന്നും അതുകൊണ്ടാണ് യുവതിയുടെ വീട്ടിലേക്ക് കൂടെ പോയതെന്നുമാണ് കേസിലെ 3ാം പ്രതിയായ അശോകിന്റെ മൊഴി. ചെല്ലുമ്പോൾ വീടിന്റെ ടെറസിന്റെ സൺഷെയ്ഡിൽ കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കുഞ്ഞ്. റിമാൻഡ് ചെയ്യപ്പെട്ട യുവതി സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിലാണ്. ഇവരെ കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പോലീസിന് ചോദിച്ചറിയാനാകൂ. ന്യൂസ് 18 ആലപ്പുഴ.